നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ദിവസങ്ങൾ കുംഭൻ രാശിക്കാർക്ക് എങ്ങനെയായിരിക്കും? തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം, പ്രണയം, വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ, ബിസിനസ്, ഭാഗ്യം, വഴിപാട് എന്നീ സമസ്ത മേഖലയിൽ ഫലങ്ങൾ വിശദമായി നോക്കാം. ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് ക്ഷമയും വിവേകവും ഒരുപോലെ ആവശ്യമായ സമയമാണ്. തുടക്കത്തിൽ ചെറിയ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാമെങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങൾ അനുകൂലമായി മാറിത്തുടങ്ങും. മുമ്പ് മുടങ്ങിയിരുന്ന ചില കാര്യങ്ങൾ ഈ വാരം വീണ്ടും മുന്നോട്ടു പോകാൻ സാധ്യത കാണുന്നു. ചില അപ്രതീക്ഷിത വാർത്തകൾ സന്തോഷം നൽകാനും ഈ വാരം സാധ്യത കാണുന്നു. ജോലിക്കാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ വാരം ലഭിച്ചേക്കാം. ആത്മവിശ്വാസത്തോടെ കുംഭം രാശിക്കാർ പ്രവർത്തിച്ചാൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ഈ വാരം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് ഈ വാരം നല്ല അവസരങ്ങൾ ലഭിച്ചേക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ രേഖകളും ശ്രദ്ധിച്ച് ഈ വാരം പരിശോധിക്കുക. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടം നൽകുന്ന ഇടപാടുകൾ നടത്താൻ സാധ്യതയുണ്ട്. ചെറിയ ചെലവുകൾ നിയന്ത്രിച്ചാൽ സാമ്പത്തിക സ്ഥിതി ഈ വാരം കുംഭൻ രാശിക്കാർക്ക് മെച്ചപ്പെടുന്നതായും കാണുന്നു. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ ഈ വാരം സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകളും വികാരപരമായ വാങ്ങലുകളും ഒഴിവാക്കുന്നത് ഈ വാരം വളരെ നല്ലതാണ്. നിക്ഷേപ കാര്യങ്ങളിൽ സമ്പന്നരുടെ അഭിപ്രായം ഈ വാരം തേടുന്നത് ഗുണം ചെയ്യും. കുടുംബത്തിൽ ഈ വാരം സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ ഈ വാരം ശ്രമിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ പിന്തുണ ഈ വാരം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വീട്ടിൽ ഒരു സന്തോഷകരമായ ചടങ്ങിനോ കൂടിച്ചേരലിനോ ഈ വാരം നിങ്ങൾക്ക് സാധ്യത കാണുന്നു. പ്രണയിക്കുന്നവർക്ക് പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട ഒരു വാരമാണ്. അനാവശ്യ സംശയങ്ങൾ ഈ വാരം നിങ്ങൾ ഒഴിവാക്കണം. വിവാഹം കഴിക്കാത്തവർക്ക് പുതിയ പരിചയങ്ങൾ ഭാവിയിൽ നല്ല ബന്ധങ്ങളായി മാറാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഈ വാരം കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിന് ഈ വാരം നല്ല ഫലം ലഭിക്കും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഈ വാരം കൃത്യമായി പാലിച്ചാൽ നിങ്ങൾക്ക് മുന്നേറ്റമുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ പൊതുവെ ഈ വാരം നിങ്ങൾക്ക് നല്ല സമയമാണ്. ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ നിങ്ങൾ ഈ വാരം ശ്രമിക്കണം. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആവശ്യത്തിന് വിശ്രമവും ഈ വാരം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആരെയും കണ്ണടച്ച് ഈ വാരം നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. പ്രധാന രേഖയിൽ ഒപ്പിടുന്നതിന് മുമ്പ് പലവട്ടം ആലോചിച്ച് പരിശോധിച്ച് വേണം. കോപത്തിൽ തീരുമാനങ്ങൾ ഈ വാരം നിങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. വാഹനമോടിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഈ ആഴ്ചയിൽ നിങ്ങളുടെ വഴിപാട് ശനിയാഴ്ച ശനിദേവനെയോ
ഹനുമാൻ സ്വാമിയെയോ പ്രാർത്ഥിക്കുക. എള്ളെണ്ണ വിളക്ക് തെളിയിക്കുകയും സാധ്യമെങ്കിൽ കറുത്ത എള്ള് ദാനം ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സമാധാനത്തിനും ആത്മവിശ്വാസത്തിനും സഹായകരമായി കാണുന്നു. ഇന്നത്തെ ഈ ആഴ്ചയിലെ നിങ്ങളുടെ മന്ത്രം ഓം ശനൈശ്വരായ നമ. ഈ മന്ത്രം ഭക്തിപൂർവം രാവിലെ 27 പ്രാവശ്യം ജപിക്കേണ്ടതാണ്. ഭാഗ്യനിറം കടും നീല, ഭാഗ്യസംഖ്യ 8, ഭാഗ്യദിനം ശനിയാഴ്ച. ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് പല വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ ഉണ്ടാകുന്ന ആഴ്ചയാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും ഈ വാരം നിങ്ങൾ മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ രാശിയും അനുഭവവും കമൻറ്റിൽ അറിയിക്കൂ. എല്ലാ ദിവസവും പുതിയ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ജ്യോതിർവാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.